ഇന്ന് നമ്മൾ 30,000 ബഡ്ജറ്റിൽ വരുന്ന കുറച്ച് നല്ല ക്യാമറകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. DSLR ക്യാമറകൾ എങ്ങനെയെങ്കിലും ഒക്കെ ഇപ്പോൾ കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലൊക്കെ ഇൻട്രസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് റാങ്ക് കിട്ടിയിട്ടാണ് ക്യാമറയ്ക്ക്, അതായത് അതിൻ്റെ വിലയും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് റാങ്ക് കിട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും താഴ്ന്ന റാങ്കിൽ ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ നമ്മൾ 5ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ലിസ്റ്റിൽ ഏറ്റവും കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ, അതായത് ക്വാളിറ്റി കുറഞ്ഞതല്ല, നമ്മൾ ലിസ്റ്റിൽ മറ്റ് ക്യാമറകൾ വെച്ചുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞ ക്യാമറ, പിന്നെ ഏറ്റവും നല്ല ക്യാമറ നമ്മൾ 1ാം സ്ഥാനത്തും, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാമറ കാനോണിൻ്റെ 3000D എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇത് എങ്ങനെയുള്ളവർക്കുള്ള ക്യാമറ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു DSLR വാങ്ങണം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്നാൽ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ കയ്യിൽ പണം കുറച്ച് കുറവാണ്, എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയെന്നൊക്കെ വിചാരിക്കാം. അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റിയൊരു ക്യാമറയാണ്. ഇതിൻ്റെ വില ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 20,000 21,000 രൂപ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ചില സമയത്ത് നമ്മൾ ഓഫറൊക്കെ വരുന്ന സമയത്ത് ഇതൊരു 18,000 രൂപയൊക്കെ കിട്ടാറുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. ആ സമയത്ത് വാങ്ങാനാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഇലക്ട്രോണിക് കാര്യങ്ങൾക്ക്, ഈ ക്യാമറ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ബാംഗ്ലൂരിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നല്ല വില കുറവുണ്ട്. അപ്പോൾ നിങ്ങളെ റിലേറ്റീവ്സ് ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ 18 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. കാനോണിൻ്റെ ഡിജിക് 4+ എന്ന് പറഞ്ഞ ഇമേജ് പ്രൊസസ്സർ വരുന്നുണ്ട്. നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാം. 720 FPS HD റെസൊല്യൂഷനിലാണെങ്കിൽ നമുക്ക് 60 ഫ്രെയിം/സെക്കൻഡ് വരെയും വീഡിയോ ഷൂട്ട് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ലിസ്റ്റില്ല 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാമറ കാനോണിൻ്റെ 1300 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇത് നമുക്ക് 3000D-നേക്കാളും കുറച്ചുകൂടി നല്ലൊരു ക്യാമറ ആണെന്നുള്ളവർക്ക്, കുറച്ചുകൂടി നല്ലൊരു പൈസ മുടക്കാൻ പറ്റുന്ന, കുറച്ച് മാത്രമേ ഉള്ളൂ പൈസ മുടക്കാൻ പറ്റുന്നവർക്ക് എടുക്കാവുന്ന ഒരു ക്യാമറ ആണ്. ഇതിൻ്റെ വില ഏകദേശം നമുക്കൊരു 24,000 റേഞ്ചിലൊക്കെയാണ് വരാറുള്ളത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ 3000D-ൻ്റെ അതേ നമ്മൾ പറഞ്ഞ അതേ സ്പെസിഫിക്കേഷൻസ് ആണ്. ആ സ്പെസിഫിക്കേഷൻസ് ആണെങ്കിൽ ഇതിലെന്തൊക്കെയാണ് കുറച്ച് മുമ്പിൽ നിൽക്കുന്നത് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ബാക്കി കാര്യങ്ങളൊക്കെയാണ് ക്യാമറയുടെ ക്വാളിറ്റി നോക്കുന്നത്. അപ്പോൾ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ 3000D-കൾ കുറച്ചൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. 3000D-ൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്ര നല്ലതല്ല, വലിയ കുഴപ്പമില്ലാത്ത ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ കുറച്ചും കൂടെ നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെ. നമ്മുടെ ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ക്യാമറ കാനോണിൻ്റെ 1500 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറകളെക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റുള്ള ക്യാമറയാണ്. ഇതിൽ നമുക്ക് 24.1 മെഗാപിക്സൽ ക്യാമറയാണ് വരുന്നത്. മറ്റ് ക്യാമറകൾ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിജിക് 4+ പ്രോസസ്സറാണ്, ഇമേജ് പ്രോസസ്സറാണ്. 1080p 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറകളുടെയൊക്കെ ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു തവണ ചാർജ് ചെയ്താൽ 500 ഫോട്ടോകൾ എടുക്കാൻ കഴിയുമെന്നാലും ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം 600 ഫോട്ടോസ് ഒരു ചാർജിൽ എടുക്കാൻ കഴിയും. നമ്മൾ ലിസ്റ്റ് 2ാമത്തെ സ്ഥാനത്ത് വരുന്ന ക്യാമറ നിക്കോൺ D3500 എന്ന് പറഞ്ഞ ക്യാമറയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിക്കോണിൻ്റെ D3400 ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ക്യാമറയുടെ കുറച്ച് മുമ്പ് ഇറങ്ങിയ മോഡൽ. ഇതിൻ്റെ ക്വാളിറ്റിയാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയാണ്. ഈ ഒരു വിലക്കിൽ ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറകളൊന്നാണിത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് 24.2 മെഗാപിക്സൽ ക്യാമറ, അതേപോലെ തന്നെ ഇതിൽ മുമ്പ് പറഞ്ഞ ക്യാമറകളെക്കാളുള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 1080p റെസൊല്യൂഷനിൽ 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും. പിന്നെ വേറൊരു പ്രത്യേകത, നമുക്ക് ഇതിൽ ബാറ്ററി ലൈഫ് വരുന്നത് 1200 ഫോട്ടോസ് നമുക്ക് ഒരു ചാർജിൽ എടുക്കാൻ കഴിയുന്നില്ലാണ്, മറ്റേതിൻ്റെ ഇരട്ടി ബാറ്ററി ലൈഫ്. നമ്മുടെ ലിസ്റ്റിലെ 1ാം സ്ഥാനത്തിലെ ക്യാമറ നിക്കോണിൻ്റെ D5300 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഓവറോൾ ഏറ്റവും നല്ലൊരു ക്യാമറ എന്ന് പറയാം. ഇതിൽ നമുക്ക് കഴിഞ്ഞ നിക്കോൺ ക്യാമറയിൽ പറഞ്ഞ പോലെ തന്നെ 24.2 മെഗാപിക്സൽ ക്യാമറ, 1080p റെസൊല്യൂഷനിൽ 60 ഫ്രെയിം/സെക്കൻഡ് വരെ വീഡിയോ ഷൂട്ട് ചെയ്യാം. XSpeed 4 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്യാമറ നിക്കോൺ ക്യാമറയില്ലാതെ XSpeed 4 എന്ന് പറഞ്ഞ പ്രോസസ്സർ. ഇതിന് ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 600, നമ്മൾ കഴിഞ്ഞ ക്യാമറകളുടെ കാനോണിൻ്റെ ക്യാമറയിൽ പറഞ്ഞ പോലെ തന്നെ 600 ഫോട്ടോസ് ഒരു ബാറ്ററിയിൽ എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ കഴിഞ്ഞ നിക്കോൺ ക്യാമറയെ പറ്റി പറയുമ്പോൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ D3500 ഏകദേശം സെയിമാണ്. അതിനേക്കാൾ കുറച്ചൊരു ക്വാളിറ്റി നമുക്കിതിൽ ഫോക്കസിങ്ങിലും കാര്യങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാരണം യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാകുന്നതാണ്. ഒറ്റയ്ക്ക് നമ്മൾ ഇതിൻ്റെ പോലെ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആവും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റൊട്ടേറ്റബിൾ സ്ക്രീൻ ഉണ്ട്. സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ കണ്ടുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ക്യാമറകളിലും ആ ഫീച്ചറില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ക്യാമറകളിൽ അതില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതാണ് നമുക്ക് ടോപ്പ് 5 ക്യാമറ നമുക്ക് 30,000 ബഡ്ജറ്റിൽ വരുന്നത്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ വീഡിയോസ് ഈ ക്യാമറയും മൊബൈലിനും കമ്പ്യൂട്ടർ സംബന്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.